IPL-ന്റെ മെഗാ ഓപ്ഷൻ വരാൻ പോവാണ് അടുത്ത മാസം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് കുറെ നിയമങ്ങൾ ഇവർ മാറ്റിയിട്ടുണ്ട്. MS ധോണിനെ ഒന്ന് നൈസാക്കിയിട്ടുണ്ട്, വേറെ കുറച്ച് ആൾക്കാർക്ക് പണിയും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ധോണിനെ ഇനി ഈസി ആയിട്ട് CSK-ക്കാർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ധോണി ഇപ്പോൾ ഒരു അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് മാറും ഈ ഒരു പുതിയ നിയമം കാരണം. പണ്ട് IPL-കാരനെ എടുത്തുവിട്ട ഒരു നിയമമാണിത്. 5 കൊല്ലം ഇന്റർനാഷണൽ ഒന്നും കളിച്ചില്ലെങ്കിൽ ക്യാപ്ഡ് പ്ലെയറിൽ നിന്ന് അൺക്യാപ്ഡ് പ്ലെയർ ആയി മാറും. ആ നിയമം വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ മൊത്തം 10 ഫ്രാഞ്ചൈസി ഉണ്ട്. ഈ 10 ഫ്രാഞ്ചൈസികൾക്കും 6 പ്ലെയേഴ്സിന് വെച്ച് അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. 120 കോടിയാണ് ഓരോ ടീമിനും ഈ മെഗാ ഓപ്ഷനിൽ ചിലവാക്കാൻ പറ്റുന്ന എമൗണ്ട്. ഇനി പുതിയൊരു നിയമം കൊണ്ടുവന്നത് മാച്ച് ഫീ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ മാച്ചിനും ഓരോ പ്ലെയേഴ്സിനും 7.5 ലാക്ക് റുപ്പീസ് ഇനി കിട്ടും. ഇത് യൂഷ്വൽ കോൺട്രാക്റ്റിൽ നിന്നും ഇനി എക്സ്ട്രാ എമൗണ്ട് ആണിത്. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനമായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഈ ഓപ്ഷനിൽ നിന്ന് വലിയ കാശ് മേടിച്ച് പോകുന്ന ഇന്റർനാഷണൽ പ്ലെയർ ഉണ്ടല്ലോ, പിന്നെ അവരൊന്നും കളിക്കാൻ വരാറേ ഇല്ല. അപ്പൊ ഓപ്ഷനിൽ പങ്കെടുത്തിട്ട് ഇനി കളിക്കാൻ വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ 2 കൊല്ലം ബാൻ കിട്ടും. ഈ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയൻ പ്ലെയേഴ്സിന്റെ സ്ഥിരം പരിപാടിയാണിത്, അവർക്കുള്ള പണിയാണിത്. എന്തായാലും ഇപ്രാവശ്യത്തെ ഓപ്ഷനിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നടക്കും.